സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 16 ഇന്ത്യൻ പൗരന്മാർ. നഷ്ടപരിഹാരം നൽകിയത് 5 കുടുംബങ്ങൾക്ക് മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ 10 നാവികർ ഉൾപ്പെടെ 16 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ത്യൻ പൗരന്മാരുടെ മരണത്തിലും പരിക്കുകളിലും സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തുകയോ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് ഡിമാർഷ് അയക്കുകയോ കൃത്യമായ അന്വേഷണവും ഉത്തരവാദിത്വവും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നതിന് പകരം പതിവ് കോൺസുലാർ സേവനങ്ങളും എമർജൻസി ഹെൽപ്പ് ലൈൻ വിവരങ്ങളും മാത്രം നൽകി സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു. കൂടാതെ മരണപ്പെട്ട 16 പേരിൽ 5 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. ഉറ്റവർ നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വൈകിക്കുന്നത് ഭരണപരമായ വീഴ്ച മാത്രമല്ല, ക്രൂരമായ നീതി നിഷേധം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ രാജ്യങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത മരണങ്ങളുടെ കണക്കും കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട്. 8 പേർ ഒമാനിലും 4 പേർ UAE-യിലുമാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റിൽ 2 പേരും ഇറാനിലും സൗദി അറേബ്യയിലും ഓരോ മരണങ്ങൾ വീതവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 75 പേരിൽ ഭൂരിഭാഗവും UAE, ഒമാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലാണ്. ഖത്തർ, സൗദി അറേബ്യ, ഇസ്രായേൽ എന്നിവിടങ്ങളിലും ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 12 ഇന്ത്യൻ തൊഴിലാളികൾ കൊല്ലപ്പെട്ടെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചു. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ എംബസികൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ കുടുങ്ങിക്കിടന്ന 2500-ലധികം ഇന്ത്യക്കാരെ അയൽ രാജ്യങ്ങൾ വഴി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ബാധിക്കപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തികവും നിയമപരവുമായ സഹായങ്ങൾ നൽകി വരികയാണെന്നും സർക്കാർ അറിയിച്ചു. അതേസമയം 5 മാസമായി തുടരുന്ന US-ഇറാൻ യുദ്ധത്തിന് വിരാമമാകുന്നുവെന്ന സൂചനകളും നൽകിയിരിക്കുന്നുണ്ട്. രാജ്യാന്തര വിപണിയാണ് ഇത്തരത്തിലുള്ള ഒരു സൂചന നൽകിയത്. ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നേക്കാമെന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് 0.5% കുറഞ്ഞത് $79.08 US വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റിന്റെ 0.7% ഇടിഞ്ഞ് $74.69 എത്തിയത്. ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ അനുകൂലമായി നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് എണ്ണവിലയിലെ ഇടിവിന് കാരണം. കഴിഞ്ഞ ജൂൺ 17-ന് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക സമാധാന കരാർ ഒപ്പുവെച്ച സമയത്തെ വിലയിലേക്ക് എണ്ണവില ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ കരാറിലെത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. US-ഇറാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒമാനുമായി ഉണ്ടാക്കുന്ന കരാർ യാഥാർത്ഥ്യമായാൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളുടെ നിയന്ത്രണം ഇറാന് ലഭിച്ചേക്കും. ഇറാന്റെ ഉന്നത വൃത്തങ്ങളെയും 2 പ്രാദേശിക ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ സംഭവിച്ചാൽ ഈ സമാധാന ശ്രമങ്ങളിൽ ഇറാനും ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായിരിക്കും അതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.